ജീവിച്ചിരിക്കുന്നവർ മാറ്റങ്ങൾക്ക് തയ്യാറാകണം. ആമേ എന്നൊരു എഴുത്തുകാരൻ പറയുവാനിടയായി തീർന്നു. ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും, ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, വസ്ത്രധാരണകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വസ്ത്രധാരണകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, ശാസ്ത്ര ലോകത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. സകലത്തിനും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തു കൂടിയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റമില്ലാത്ത ഒരു കാര്യം ഈ ലോകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുവാൻ കഴിയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറാത്തവനാണ്. എല്ലാത്തിനും മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് മാറാത്ത ഒന്നേയുള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമേ ഇതുവരെ മാറാതുള്ളൂ. ആമേ മാറും മനുഷ്യരെല്ലാം വാക്കുമാറും. ഇന്നലെ നമ്മോട് വാക്ക് പറഞ്ഞ പലരും ഇന്നത് മറന്നുപോകും, വാക്ക് മാറിപ്പോകും. പക്ഷേ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവം എന്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അതൊരിക്കലും വാക്ക് മാറ്റത്തില്ല. വാക്ക് പറഞ്ഞവൻ അത് വിശ്വസ്തയോടെ സൂക്ഷിക്കുന്നവനാണ്. മനുഷ്യർ വാക്ക് മാറിയാലും മനുഷ്യർ മറന്നുപോയാലും മറക്കാത്ത ഒരുവനാണ് നമ്മുടെ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവൻ ഒരു വീണ്ടെടുപ്പുകാരനാണ്, അവൻ രക്ഷാമാർഗമാണ്. അവൻ ആര് തന്നെ മാറിയാലും സകലതും മാറിപ്പോയാലും മാറാത്ത ഒരുവന്റെ സന്നിധിയിലത്രേ ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലമായിരിക്കുന്നത് മാറാത്ത ദൈവത്തിന്റെ മുന്നിലാണെങ്കിൽ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ മറക്കാതെ ദൈവം മാറുന്നില്ലെങ്കിൽ ദൈവം നമ്മളെ മറക്കുകയില്ല. നമ്മളെ ഓരോ നിമിഷവും ഓർക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. 3 കാലഘട്ടത്തെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും, ഇന്നലെ, ഇന്ന്, എന്നേക്കും. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ 3 കാലഘട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. 3 കാലഘട്ടത്തിലും മാറാത്ത ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്ന് പകൽക്കാലം മാറാത്തതായ 3 കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. രണ്ടാമതായി, ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. മൂന്നാമതായി, ദൈവത്തിന്റെ വരവിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നമുക്കിവിടെ കാണുവാൻ കഴിയും, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മോട് പറഞ്ഞ പലതും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്ര വയസ്സായിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മോട് പലരും പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞവർ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ നമ്മോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മറന്നാൽ പോലും അത് ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വാഗ്ദത്തം നമുക്ക് കാണുവാൻ കഴിയും. ആദാമും ഹവ്വയും പാപം ചെയ്ത അനന്തരം ദൈവം മനുഷ്യവംശത്തെ ഉപേക്ഷിച്ചില്ല, പകരം പ്രത്യാശയുടെ ഒരു വാഗ്ദാനം നൽകുവാനിടയായി. എന്താണ് ആ വാഗ്ദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തെയും തിന്മയെയും പരാജയപ്പെടുത്തുവാൻ ഒരു രക്ഷകൻ വരുമെന്നുള്ള വാഗ്ദത്തം നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗ്ദത്തം കാണുവാൻ കഴിയും. ഉൽപ്പത്തി 3:15 നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതിയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതാണ് നമുക്ക് ദൈവം ആദ്യമായി തന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. മാനവകുലത്തെ പാപം നിമിത്തം നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നശിപ്പിച്ചു കളയുവാൻ മനസ്സില്ലാതെ ദൈവം നമുക്ക് വേണ്ടി ഒരു വാഗ്ദത്തത്തെ നൽകുവാൻ ഇടയായി തീർന്നു. സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ഒരു സന്തതി എഴുന്നേൽക്കും. ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ വാഗ്ദാനം ചെയ്തു. ആ വീണ്ടെടുപ്പുകാരൻ കന്യാമറിയത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ സകല മുദ്രകളെയും ഭേദിച്ചിട്ട് 3-ാം ദിനത്തിൽ മരണത്തെ തോൽപ്പിച്ച് ഇന്നും ജീവിക്കുന്നതാണ് ആ ദൈവം വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത്. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ നിറവേറപ്പെടുവാൻ ഇടയായി തീർന്നു.
അടുത്ത് നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാം രണ്ടാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് അബ്രഹാമിനോടുള്ള വാഗ്ദത്തം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുവാനിടയായിത്തീർന്നത് വിഗ്രഹാരാധനയുടെ കേന്ദ്രവും കൽദയുടെ പട്ടണവുമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. സ്വന്തക്കാരെയും ചാച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോകുക എന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കുവാനിടയായി തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്. അബ്രഹാമിനോട് 7 വാഗ്ദത്തങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. എന്തെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ നിന്നെ മഹാജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നിങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നൽകുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ അബ്രഹാമിൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നൽകുമ്പോൾ നമ്മോട് പറഞ്ഞ ദൈവമാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിലും നമുക്കൊരു പ്രതീക്ഷ ഇല്ലെങ്കിലും വാക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം അത് പൂർത്തീകരണത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തും, നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലല്ലോ എന്ന് നമ്മൾ വിലയിരുത്തും. പക്ഷേ ദൈവം അതല്ല നോക്കുന്നത്. ദൈവം എന്താണോ പറഞ്ഞത് അത് ഓർത്ത് ചെയ്യുന്ന ദൈവം അത്രേ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ വലിയൊരു ജാതിയാക്കുമെന്നും ഇങ്ങനെയുള്ള ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു തലമുറ പോലും കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ പോകുന്ന അബ്രഹാം വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഇത് എങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും പലതും പറയുമ്പോൾ നമ്മളും ചിന്തിക്കാറില്ലേ, ഇത് എങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും, ഇതെങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആർക്കും നിർണയിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന്റെ പ്രവൃത്തിയെ ആർക്കും വർണ്ണിക്കുവാൻ കഴിയുകയില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ നൽകുവാനിടയായി തീർന്നു. കാരണം അവന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നെ ദൈവജനമേ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഒരു മുഖിൽ ഒതുങ്ങുന്നതല്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തയ്ക്കോ നിരൂപണത്തിനോ ഒതുക്കുവാൻ കഴിയുകയില്ല. അത്രമാത്രം വലുതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അബ്രഹാം ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് പുറപ്പെടുവാനിടയായി തീർന്നു. എവിടെയെല്ലാം ആരൊക്കെ ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് പുറപ്പെടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നാം ഒരിക്കലും പരാജിതരായി പോകുകയില്ല. ദൈവം അവിടെ നമ്മളെ വഴി നടത്തുവാനിടയായി തീരുവാനിടയായി തീരും. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം തന്ന ആ തലമുറയെ യാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രഹാം മനസ്സാൽ പൂർണ്ണ സമ്മതത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാമിന്റെ വിശ്വാസത്തെയും അനുസരണത്തെയും പൂർണ്ണ ആശ്രയത്തെയും നമുക്കിവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം, പൂർണ്ണമായി അനുസരിക്കണം, പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ വയ്ക്കുവാൻ ഇടയായി തീരണം. ദൈവം
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ദാനമായി തന്ന മകനെ യാഗം കഴിക്കാൻ. നമ്മൾ തന്നെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഞങ്ങൾക്ക് ദൈവം തന്ന മകനെ യാഗം കഴിക്കുവാനോ? ഒരപ്പനും അമ്മയ്ക്കും ഒരിക്കലും കഴിയാത്ത ഒരു കാര്യമാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു, ദൈവമാണ് എനിക്ക് ഈ തലമുറയെ തന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഈ തലമുറ, ഇതിനെ ദൈവത്തിന് യാഗം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന് അബ്രഹാം പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. നമ്മളോട് എന്താണോ ദൈവം പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത വിഷയമായിരിക്കാം. പക്ഷെ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അതിന്റെ മുന്നേ നമ്മൾ ചുവട് വയ്ക്കുവാൻ തയ്യാറായാൽ അതിന്റെ പിന്നെ ദൈവം വലിയവ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. നമ്മൾ പലപ്പോഴും അയ്യോ ഇതിന്റെ പിന്നെ ഇതെനിക്ക് പരാജയമായി പോകത്തില്ലേ, ഈ വാക്ക് ഞാൻ അനുസരിച്ചാൽ പരാജയമായി പോകത്തില്ലേ എന്ന് ചിന്തിച്ച് നാം പലപ്പോഴും പിൻപോട്ട് നിൽക്കും. പക്ഷെ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. ദൈവത്തിന്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ച് അനുസരിക്കുവാൻ തക്കവണ്ണം മോറിയ മലയിൽ പോയി മകനെ യാഗം പോകുവാനിടയായി തീർന്നു. പക്ഷെ ദൈവം ആ വാഗ്ദത്ത തലമുറയെ കൈവയ്ക്കുവാൻ അനുവദിക്കാതെ വണ്ണം അവിടെ ഒരു യാഗവസ്തുവിനെ കരുതുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിച്ച് അനുസരിച്ച് പൂർണ്ണ ആശ്രയ ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒരു മനുഷ്യന്റെ വാക്കിനാണ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. പക്ഷേ നമ്മളെ വിളിച്ച് വേർതിരിച്ച ആ ദൈവത്തിന്റെ വാക്കിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയമായി തീരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആരെല്ലാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയിട്ടുണ്ടോ അവരാരും പരാജയപ്പെടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവരെല്ലാം ദൈവം വഴി നടത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കണം. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ഇത് നമ്മുടെ ആത്മീകമായ വാഗ്ദത്തെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 14:2-3 നമുക്ക് കാണുവാൻ കഴിയും, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വന്ന് എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു കുരിശിൽ ചുരിഞ്ഞ രക്തം നമ്മുടെ സ്വർഗത്തിലെ ഭവനം ഒരുക്കപ്പെട്ടു. ആമേൻ. ആ വാഗ്ദത്ത അവകാശത്തെ നാം ഒരിക്കലും അലക്ഷ്യമാക്കരുത്. ഇത് നമ്മുടെ വാഗ്ദത്ത അവകാശമാണ്, നിത്യത എന്നുള്ളത്. അത് നമ്മുടെ വാഗ്ദത്ത ഭവനമാണ്, അത് ഓരോ ദൈവമക്കളുടെയും അവകാശമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശ, 40 രാവും പകലും ദൈവത്തോട് കൂടെ ഇരുന്ന മോശ, പുറപ്പാട് 33:18 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ വലിയൊരു ആഗ്രഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് മോശയുടെ ആഗ്രഹം? എനിക്ക് ദൈവത്തിന്റെ തേജസ് കാണണം, ദൈവത്തിന്റെ മനോഹരത്വം എനിക്ക് കാണണം. ഇങ്ങനെ മതിയായ ആഗ്രഹം കൊണ്ട് ജീവിതം മുന്നോട്ട് പോയ മോശ ഇസ്രായേൽ ജനത്തെ എല്ലാം പുറപ്പെടുവിച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്ത്. എന്നാൽ എന്താണ് മോശയ്ക്ക് പറ്റിയത്? മോശയോട് ദൈവം പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ. പക്ഷേ മോശ 2 പ്രാവശ്യം പാറയെ അടിക്കുവാൻ ഇടയായി തീർന്നു. ആമേ. ദൈവം പറഞ്ഞ ഒരു വാക്ക് അനുസരിക്കാത്തതിന്റെ കാരണത്താൽ മോശയ്ക്ക് വാഗ്ദത്ത ദേശം കാണുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അതിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ആമേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഉപവസിക്കുന്നവരായിരിക്കാം, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ അകൃത്യം പോലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നമ്മുടെ വാഗ്ദത്ത അവകാശം നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. മോശയുടെ ജീവിതത്തിൽ നോക്കിയ മോശ എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. 40 ദിവസം ദൈവത്തോട് കൂടെ വസിച്ചതാണ് മോശ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് മോശ എന്ന് പറയുന്നത്. പക്ഷെ തന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകാനിടയ്ക്ക് ഒരു ചെറിയ പാപ നിമിത്തം
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും നമ്മൾ എത്ര ദൈവത്തോട് അടുത്താണ് നമ്മളോട് തന്നെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദിനം തോറും ദൈവത്തിന്റെ സന്നിധിയിൽ നാം അടുത്ത് ചെല്ലണം. റോമർ 5:10 പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം എല്ലാ മനുഷ്യരിലും പടർന്നിരിക്കുന്നു. ആമേ. റോമർ 3:23 പറയുന്നു, ഒരു വ്യക്തിയുമില്ല, എല്ലാരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കി തീർന്നു. ആമേ. പാപം ചെയ്യാത്ത ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. തന്റെ സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ പോലും നാം പാപം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ദിവസം എന്തുമാത്രം പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ദിനം പ്രതി നാം ദൈവത്തോട് നമ്മുടെ വാഗ്ദത്ത അവകാശം ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടമാക്കി കളയരുത്. നാം ദൈവത്തോട് ദിനം തോറും, ദൈവമേ എന്റെ അവകാശം അത് എന്നിൽ നിന്ന് നഷ്ടമാക്കരുത് എന്നുള്ള ആ പ്രാർത്ഥനയാകണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വേണ്ടത്. നമ്മൾ എത്രയോ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ ഒഴിഞ്ഞു പോകുന്ന ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാകരുത്. നമ്മൾ നശിച്ചു പോകാത്ത നമ്മുടെ വാഗ്ദത്ത അവകാശം, താൽക്കാലികമല്ലാത്ത ആ അവകാശം നമ്മളിൽ നിന്ന് നഷ്ടമാക്കി പോകരുത്. താൽക്കാലികമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ മാനങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ പദവികൾക്ക് വേണ്ടി നാം എന്തുമാത്രം പ്രയത്നിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമുക്ക് അവകാശപ്പെട്ട താൽക്കാലികമല്ലാത്ത ഭവനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നാം ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത്. നാം എന്ത് തന്നെ ഈ ലോകത്ത് അലക്ഷ്യമാക്കി കളഞ്ഞാലും നമ്മുടെ നിത്യമായ അവകാശത്തെ നാം ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ മറ്റുള്ളവർ എങ്ങനെ ഓടുന്നുവെന്ന് നോക്കി ഓടാതെ നമ്മുടെ ലക്ഷ്യ ഓട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന ലാക്കിലാകണം. നമുക്ക് അനേകർ മാതൃകയാക്കാൻ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ അവരെല്ലാം നോക്കി ഓടിക്കഴിഞ്ഞാൽ നാം പരാജയത്തിലോട്ട് പോയി പോകും. പക്ഷെ നമുക്ക് ഓടുവാനുള്ള ഒരേ ഒരു മാതൃക എന്ന് പറയുന്നത് കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിയ ആ ക്രിസ്തുവിനെ നോക്കി ഓടിയാൽ മാത്രമേ ആ നിത്യ അവകാശം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കി ലോകമോഹ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാതം, ഇങ്ങനെയുള്ള ലാക്ക് നാം നോക്കി ഓടുകയാണെങ്കിൽ നാം പരാജയത്തിലോട്ട് മാത്രമേ പോവുകയുള്ളൂ. നമ്മുടെ അവകാശം നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ആ വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ നമ്മളെ തന്നെ നാം ഓരോ നിമിഷം ഒരുക്കേണ്ടത് ആവശ്യമത്രേ. സങ്കീർത്തനം 139:24 നമുക്ക് കാണുവാൻ കഴിയും, ദർശനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിങ്കിലേക്ക് എന്നെ നടത്തേണമേ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ ആക്ടിവിറ്റിയുടെയും ഉത്ഭവമായ ഹൃദയത്തെ ദൈവമേ അങ്ങ് പരിശോധിച്ച് എന്നെ നേർവഴിക്ക് നടത്തേണമേ എന്ന് ഒരു ദാവീദിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ദൈവമേ എന്റെ ഹൃദയം പരിശോധിക്കുക മാത്രമല്ല, പരിശോധിക്കുമ്പോൾ ദൈവത്തെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ ശാശ്വതമായ മാർഗത്തിങ്കിലേക്ക് നടത്തണമേ എന്നുള്ള ഒരു ദാവീദിന്റെ പ്രാർത്ഥന നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ആമേ. ശാശ്വതമായ മാർഗത്തിൽ കൂടി നടന്നാൽ മാത്രമേ നിത്യതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശാശ്വതമായ മാർഗത്തിൽ കൂടി നടന്നാൽ മാത്രമേ നിത്യമായ വാഗ്ദത്തത്തിന് അവകാശം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. സദൃശവാക്യം 28:13 പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുവാനിടയായിത്തീരും. ആമേ. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. പക്ഷെ അത് വീണ്ടും നമ്മൾ തന്നെ പിന്തുടരുകയാണെങ്കിൽ പാപക്ഷമ കൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. നാം ദൈവസന്നിധി ഏറ്റുപറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ നാം ഏറ്റുപറയുകൊണ്ട് ക്ഷമാപണം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഹൃദയത്തെ ആമേ ശോധന ചെയ്യുന്ന, നിലവുകളെ അറിയുന്ന ദൈവത്തിന്റെ മുന്നിൽ പറയാമോ, ദൈവമേ
വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി. ദൈവമേ, എന്നെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആ ശാശ്വത മാർഗത്തിൽ കൂടി നടന്ന് എനിക്ക് ഹല്ലേലൂയ നിത്യമായ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. നമ്മുടെ അനുനിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാകട്ടെ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അങ്ങ് അറിയണമേ. ദൈവമേ, അങ്ങേ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ വിടുവിച്ച് അങ്ങനെ ശാശ്വതമായ മാർഗത്തിലൂടെ ആ വാഗ്ദത്ത അവകാശം പ്രാപിപ്പാൻ സ്വർഗമേ അങ്ങനെ സഹായിക്കണമേ എന്ന് നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിനുപരി ഈ ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും. നമ്മുടെ മാറ്റത്തിന് വാഗ്ദത്ത അവകാശം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് ഈ ലോകത്തിലെ സകലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. കാരണം നമ്മുടെ അവകാശം ഈ താൽക്കാലിക ലോകമല്ല. ഈ ലോകത്ത് നമുക്കൊന്നും വേണ്ട എന്ന് ചോദിച്ചാൽ ദൈവം നമുക്ക് ഈ ലോകത്ത് നാം ദൈവസന്നിധി നേരോടെ നടക്കാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ നിന്നാൽ ഈ ലോകത്ത് ദൈവം ഒന്നിനും നമുക്ക് മുട്ടുവരുത്തുകയില്ല. പക്ഷെ നാം ഈ ലോകത്ത് സകലതും നേടിയിട്ട് നമ്മുടെ നിത്യാവകാശം, നമ്മുടെ വാഗ്ദത്ത അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ എന്ത് തന്നെ നേടിയിട്ടും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അടുത്തതായിട്ട് ഈ ലോകത്ത് മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ സ്നേഹം. 1 യോഹന്നാൻ 4:9-10 പറയുന്നു, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷനായി. ആമേൻ. ഹല്ലേലൂയ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷനായി. നാം ആ ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം ശാശ്വതവും ദൈവത്തിന്റെ സ്നേഹം ശാശ്വതവും പരാജയപ്പെടാത്തതുമാണ്. ജീവിതത്തിന്റെ വെല്ലുവിളികൾ പോലും അചഞ്ചലമായ പിന്തുണ നൽകുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ആ ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെ ഇതുവരെ വഴി നടത്തത്. ഈ ലോകത്തിലെ സകല സ്നേഹങ്ങളും താൽക്കാലികമാണ്. ആമേൻ. എത്ര തന്നെ മനുഷ്യ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം സ്നേഹിക്കുവാൻ കഴിയത്തില്ല. സ്നേഹിച്ചാൽ പോലും മരണം കൊണ്ട് ആ സ്നേഹം അവസാനിക്കും. പക്ഷെ മരണത്തിനപ്പുറവും നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് കാൽവരിയിലെ ക്രൂശിലെ സ്നേഹമാണ്. ഏത് സ്നേഹമായാലും ഈ ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ മാറാത്തൊരു സ്നേഹമുണ്ട്. നമ്മളെ നിത്യവരെ വരെ എത്തിക്കുന്ന ആ കാൽവരിയിലെ ക്രൂശിലെ സ്നേഹമാണ്. ലോകത്തിലെ സ്നേഹങ്ങൾക്കെല്ലാം പരിമിതിയുള്ളപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും പരിമിതിയില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ലോകത്തിലെ സ്നേഹങ്ങളെ നമ്മൾ വലുതായി കാണുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്നേഹത്തിന് തുല്യം ചെല്ലുവാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് തുല്യം ചെല്ലുവാൻ ഈ ലോകത്തിലെ യാതൊരു സ്നേഹത്തിനും ആമേൻ കഴിയുകയില്ല. ആമേൻ. നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമ്മൾ പാപത്താൽ നശിച്ചു പോകേണ്ട നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി കാൽവരി യാഗമാക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും ആമേൻ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് നമ്മോടുള്ള സ്നേഹം നിമിത്തം ആ കാൽവരി തന്റെ പൊന്നോമന പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി. ആമേ. ആ കഷ്ടപ്പാടുകളെല്ലാം ഏൽക്കുമ്പോഴും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. ആ കഷ്ടപ്പാട് മൊത്തം ഞങ്ങൾക്ക് വേണ്ടി ഏൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ ഒരു തുള്ളി
രക്തം വരെ വാർന്നൊരുക്കുമ്പോഴും ആ മനസ്സിൽ ഞാനും നിങ്ങളുമായിരുന്നു. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ആ കാൽവരിയിൽ പ്രദർശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ ആ കാൽവരിയിൽ യാഗമായത്? ഒരിക്കലുമില്ല. എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കേണ്ടതിന് ആ കാൽവരി കുരിശിൽ യേശു ക്രിസ്തു യാഗമായി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാൽ ആ സ്നേഹത്തെ ഓർക്കുവാൻ കഴിയുന്നുണ്ട്? മനുഷ്യന്റെ സ്നേഹത്തെ നാം പലപ്പോഴും വലുതായി കാണുമ്പോൾ അവർ സാഹചര്യത്തിനനുസരിച്ച് മാറിപ്പോകും. പക്ഷേ നമ്മളെ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാൽ നമ്മളെ ദൃശ്യനായിട്ടല്ലെങ്കിലും അദൃശ്യനായിട്ട് നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആ കാൽവരി കുരിശിൽ ഒരു തുള്ളി രക്തം വരെ വാർന്നൊരുക്കുമ്പോഴും ആ വിലാപ്പുറത്ത് കുത്തേക്കുമ്പോഴും കാറി തുപ്പേക്കുമ്പോഴും ആമേൻ ഹല്ലേലൂയ, ആ ശരീരം മൊത്തം ചിത്തി ചീന്തുമ്പോഴും ഞാനും നിങ്ങളുമായിരുന്നു ആ ഹൃദയത്തിൽ. ആമേൻ. ഇന്ന് പകൽക്കാലം ഓരോ കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും ഹല്ലേലൂയ യേശുവെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് പാപം ചെയ്തിട്ടല്ല യാഗമായത്. എനിക്ക് നിങ്ങളോടും നിങ്ങളോടുമുള്ള ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചതാണ് ആ കാൽവരിയിൽ. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിന്റെ ആഴം എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ കാൽവരിയിലെ ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആ സ്നേഹത്തെ മറന്നു പോകാറില്ലേ? ആമേൻ. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നാം പലപ്പോഴും ആ സ്നേഹത്തെ മറന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ ദൈവിക സ്നേഹത്തെ ഓർക്കുവാൻ കഴിയുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ. യെശയ്യാവ് 49:15 പറയുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നു പോകുമോ? എന്നാലും അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ വാർത്തകൾ നോക്ക്. ജീവിത സാഹചര്യം കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളെ ഓർഫനേജിൽ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു. ആമേൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ മറന്നേക്കാം. പക്ഷേ ആര് തന്നെ മറന്നാലും ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നെന്നാലും മറക്കാത്തൊരു സ്നേഹമുണ്ട്. അത് യേശുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഓരോ നിമിഷം ആ സ്നേഹത്തെ എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ആമേൻ ഹല്ലേലൂയ. എപ്പോഴെല്ലാം നാം മറന്നപ്പോഴും ഓർക്കേണ്ടവർ നമ്മളെ മറന്നപ്പോഴും നമ്മളെ ഓർത്ത് സ്നേഹിക്കുന്ന ഒരു ദൈവം. ആമേൻ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇതുവരെയും എന്നെ നിലനിർത്തിയതെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ബോധ്യമുണ്ട്? നമ്മൾ ചിന്തിച്ചു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴോ മരിച്ചു പോകേണ്ടവരെ നമ്മളെ നിലനിർത്തിയതെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ചിന്തിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. ആവർത്തനം 31:8 പറയുന്നു, ആമേൻ, യഹോവ നിനക്ക് മുൻപായി നടക്കും, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കുകയും അരുത്, ഭ്രമിക്കുകയും അരുത്. ഏത് പ്രതിസന്ധിയിലും ബലമേകുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. മനുഷ്യർ തള്ളുമ്പോൾ ചേർത്ത് നിർത്തുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. സ്വന്തം ജീവൻ വിലയായി തന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. ഈ ലോകത്തിലെ യാതൊരു സ്നേഹത്തിനും ദൈവത്തിന്റെ സ്നേഹത്തോട് തുല്യം ചെല്ലുവാൻ കഴിയുകയില്ല. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളെ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. നമുക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്ന വസ്തു, ആമേൻ ഹല്ലേലൂയ, നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ സ്ഥലം നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടതായതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് കൃത്യമായ ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ദൈവത്തിന് നമ്മളെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് ഞാനും നിങ്ങളും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഞാനും നിങ്ങളും വിലപ്പെട്ടതാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ എന്ത് സാഹചര്യത്തിലും
ഞാൻ എന്റെ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഞാൻ ലോകത്തിന് വിലപ്പെട്ടതല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഏറ്റവും ഒരു നല്ലൊരു മുത്ത് പോലെ ഞാൻ എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഒരു മുത്താണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ ദൈവത്തിന്റെ കരത്തിൽ ഒരു തിളങ്ങുന്ന മുത്താണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട്, ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ദൈവത്തിന് എന്നെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മളെ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ നമുക്ക് വില തരണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമോ നല്ല കഴിവോ നല്ല പ്രൗഢിയോ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർ വില തരികയുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പ്രൗഢിയോ നമ്മുടെ എന്തെങ്കിലും കണ്ടിട്ടാണോ ദൈവം നമ്മളെ സ്നേഹിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മുടെ യാതൊന്നും കണ്ടിട്ടല്ല സ്നേഹിച്ചത്. ദൈവം നമ്മളെ സ്വന്തം ജീവൻ തന്ന് സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം റോമർ 8:35 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ സങ്കടമോ, ഹല്ലേലൂയ, ആപത്തോ നഗ്നതയോ വാളോ? ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസഘട്ടത്തിൽ കൂടി പോകുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഇതിന് യാതൊന്നിനും കഴിയുകയില്ല. ഹല്ലേലൂയ. എന്ത് തന്നെ വന്നാലും, എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും, എന്ത് തന്നെ പരാജയങ്ങൾ വന്നാലും, എന്ത് തന്നെ ദുഃഖങ്ങൾ കടന്നു വന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന് ഉറച്ചു പറയുവാനിടയായിട്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറച്ചു പറയുവാൻ കഴിയും? എന്ത് തന്നെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഇനി നഷ്ടങ്ങളാകട്ടെ, ഇനി പരാജയങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ തോൽവിയായിക്കോട്ടെ, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാതെ എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഞാൻ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറുകയില്ല. പലപ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പത്രോസിന്റെ ജീവിതം ഒന്ന് പരിശോധിക്കണം. പത്രോസ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ അങ്ങേ കൂടുതലായി സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ദൈവത്തോട് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, പല ഘട്ടമായി നോക്കുമ്പോൾ യേശുവിനെ കൂടുതലായി അറിയാമെന്നതായിരുന്നു പത്രോസ്. എന്നിരുന്നാലും ജീവിത സാഹചര്യത്തിൽ ആ സാഹചര്യം വന്നപ്പോൾ യേശുവിനെ തള്ളി പറയുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മുടെ വാക്കുകൊണ്ട് മാത്രമാണോ നാം ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മുടെ വെറും വാക്കുകൊണ്ട് മാത്രമാണോ സ്നേഹിക്കുന്നത്? അതോ നമ്മൾ ഹൃദയം കൊണ്ടാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളെ വെറും വാക്കുകൊണ്ടല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്വന്തം ജീവൻ നമുക്ക് തന്ന് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വെറും വാക്കുകൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. പത്രോസ് തന്റെ ജീവിത സാഹചര്യത്തിൽ യേശുവിനെ തള്ളി പറയുവാനിടയായി തീർന്നു. നമ്മളെ തന്നെ ഒന്ന് ഓർത്തു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നാം പലപ്പോഴും ദൈവത്തെ തള്ളി പറയാറില്ലേ? നമ്മൾ വാക്കുകൊണ്ട് ഒരുപക്ഷെ തള്ളി പറയുന്നില്ലേ ആയിരിക്കാം, പക്ഷെ നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം പലപ്പോഴും ദൈവത്തെ തള്ളി പറയുന്നു. നാം വീണ്ടും ദൈവത്തെ ക്രൂശിക്കുന്നവരായി പോകുന്നില്ലേ? ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നാം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് ഇപ്പോൾ എനിക്കൊരു മകനുള്ളപ്പോൾ എനിക്ക് മകനോട് സ്നേഹമുള്ളത് കൊണ്ട് മകനെ കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. കാരണം എനിക്ക് മകനോട് സ്നേഹമാണ്. അതുപോലെയാണെങ്കിൽ ഞാൻ ഒരു വിലയും കൊടുത്തിട്ടില്ലെങ്കിലും എനിക്ക് എന്റെ മകനോട് സ്നേഹമാണ്. പക്ഷേ ദൈവം ഇങ്ങനെയല്ല, യേശു അങ്ങനെയല്ല. നമുക്ക് വേണ്ടി സ്വന്തം വില കൊടുത്ത് ആ ദൈവത്തിന് നമ്മോട് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഒരു ഉദ്ദേശമുള്ളതുപോലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുള്ളപ്പോൾ
നാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ശരണപ്പെടണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. സദൃശവാക്യം 19:21 പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പലതും പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതം നോക്ക്, ഞാൻ എന്റെ ജീവിതത്തിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മറുപടി എന്ന് പറയുന്നത് നോ എന്നായിരിക്കും. കാരണം മനുഷ്യൻ പലതും നിരൂപിച്ചാലും ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ അത് ദുഃഖമാകാം, ചിലപ്പോൾ സന്തോഷമാകാം. ഹല്ലേലൂയ. ഇന്ന് പകർക്കാൻ ഞാൻ പറയട്ടെ, അത് തോൽവിയായിരിക്കാം. ദൈവത്തോട് പറയണം, ദൈവമേ അങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, അങ്ങയുടെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ സാധ്യമാകണമേ. ദൈവമേ അങ്ങനെ സ്നേഹിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി സാധ്യമാകണമേ എന്ന് നാം അനുനിമിഷവും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിൽ നാം നിരാശപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പൂർണ്ണമായ ദൈവസന്നിധിയിൽ ദൈവിക സ്നേഹത്തിൽ ശരണപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ പൂർണ്ണമാകണമേ എന്ന് നാം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ ജീവിതത്തിൽ വലുതായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണുവാൻ കഴിയും. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ആമേൻ, അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം മരുഭൂമിയിൽ ഒരുക്കി കൊടുത്ത് അവരെ മിസ്രയീമിൽ നിന്നുള്ള ജീവിതത്തെക്കാൾ ശ്രേഷ്ഠകരമായി നടത്തിയെങ്കിലും അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തോട് വെറുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, അവർ എന്തുമാത്രം നന്മ അനുഭവിച്ചവരാണ്, എന്തുമാത്രം ഹല്ലേലൂയ നന്മ അനുഭവിച്ചിട്ടും ഒരു ചെറിയ സാഹചര്യത്തിൽ അവർ ദൈവത്തെ പെറുപെറുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മുന്നേ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്ത് പെറുപെറുക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ പലതും പല നന്മകളും ദൈവത്തിൽ നിന്ന് അനുഭവിച്ചവരല്ലേ. പല ഹല്ലേലൂയ പല സാഹചര്യങ്ങളിൽ നമ്മൾ മരണപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങളിൽ പോലും ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തിയതല്ലേ. പക്ഷേ ചെറിയൊരു ജീവിത സാഹചര്യം വരുമ്പോൾ നാം ദൈവത്തോട് പിറുപെറുക്കാറില്ലേ. ദൈവമേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെന്ന് നാം പലപ്പോഴും ദൈവസന്നിധിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറയട്ടെ, ദൈവത്തോട് നമ്മളോട് സ്നേഹമുള്ളപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ. ആ ഉദ്ദേശത്തെ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ദൈവസന്നിധിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ദൈവമേ, ഇന്ന് പകൽക്കാലം പറയാമോ, എന്റെ ജീവിതത്തിൽ ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ്. എന്ത് തന്നെ വന്നാലും ദൈവസന്നിധിയിൽ ഞാൻ പിറുപിറുക്കത്തില്ല. എന്റെ ദൈവത്തോട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയില്ല. ദൈവമേ, അങ്ങ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായെന്ന് ഞാൻ തിരിച്ചറിയുന്നുവെന്ന് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുവാൻ കഴിയുമോ? അടുത്തതായിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉദ്ദേശമുള്ളപ്പോൾ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഇയ്യോബിന്റെ ജീവിതം നോക്ക്. ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നിട്ടാണോ തന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ തന്റെ ജീവിതത്തെ നഷ്ടപ്പെടേണ്ടതെല്ലാം, തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേ, തന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വൃണങ്ങളായി നിറയപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ ആമേൻ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ ഇയ്യോബ് കടന്നു പോകുമ്പോഴും ഇയ്യോബിന്റെ പ്രത്യാശയുടെ വാക്ക് ആമേൻ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും.
ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ആമേൻ. ശ്രദ്ധിക്കൂ, നഗ്നനായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു, നഗ്നനായി തന്നെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാ നഷ്ടങ്ങളിൽ കൂടെയും ആമേൻ, എല്ലാ പരാജയങ്ങളിൽ കൂടെയും തന്റെ ശരീരം പോലും ഹല്ലേലൂയ എല്ലാ തകർന്ന അവസ്ഥയിലും ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ ആ പ്രത്യാശയുടെ വാക്കുകളാണ് നമുക്ക് വളരെ ശ്രദ്ധേയമായിരിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. നഗ്നനായി തന്നെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു, നഗ്നനായി തന്നെ പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇയ്യോബിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത ഒരിക്കലും ഒരു ന്യായവിധിയല്ലേയായിരുന്നു. പിന്നെ ഹല്ലേലൂയ, ദൈവത്തെ തള്ളി പറയത്തില്ല എന്നുള്ള ഒരു ഉറപ്പായിരുന്നു, ഒരു ഉറപ്പിക്കലായിരുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒരിക്കലും പിന്മാറി പോകരുത്. ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹല്ലേലൂയ അവരുടെ ഓരോറ്റ തീരുമാനമായിരുന്നു, ഞാൻ ഒരു ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. രാജാവ് കൽപ്പനയിട്ടു, ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുവാൻ കൽപ്പനയിട്ടുവാൻ ഇടയായി തീർന്നു. പക്ഷെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഉറച്ചു തീരുമാനിക്കാൻ ഇടയായി തീർന്നു, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ഒരിക്കലും നമസ്കരിക്കുകയില്ല. അവർ ദൈവത്തിൽ നിന്ന് പിന്മാറുകയില്ല. അവർ പറഞ്ഞ ഒരു മറുപടി പ്രകാരമാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ ഒരിക്കലും നമസ്കരിക്കുകയില്ല. ദൈവം നമ്മളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളപ്പോൾ, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു ഉദ്ദേശമുള്ളപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശത്തെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുത്. ആമേൻ. പിറുപിറുക്കരുത്, തള്ളിപ്പറയരുത്, പിന്മാറിപ്പോയരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നമ്മെ കുറിച്ച് ഉദ്ദേശമുള്ളപ്പോൾ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ ചിന്തയേക്കാൾ മനോഹരമാണ്. അതിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ വിഷമകരമായിരിക്കാം, പക്ഷെ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും, ഏത് പ്രയാസഘട്ടങ്ങളിൽ കൂടി കടന്നുപോയാലും, ഏത് ദുഃഖ സാഹചര്യങ്ങളായി തീർന്നാലും ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഉദ്ദേശം അതിന്റെ പിന്നിൽ വലുതാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുവാൻ തയ്യാറാകട്ടെ. ഏത് സാഹചര്യത്തിലും ദൈവത്തെ ഒരിക്കലും നാം തള്ളിക്കളയരുത്. ആമേൻ. ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് പറഞ്ഞു, ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ആരാധന സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എന്തുമാത്രം ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാലത്ത് ഇത് നിഷേധിക്കപ്പെടുവാൻ കാലം ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാണോ നിഷേധിക്കപ്പെടുന്നത്, നമ്മൾ ഒരിക്കലും ആ ദൈവത്തെ ഒരിക്കലും തള്ളിപ്പറയരുത്. നമ്മുടെ അവസാനം നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ ദൈവത്തെ ഒരിക്കലും നാം തള്ളിപ്പറയരുത്. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം ഉറച്ചു നിൽക്കണം. പത്രോസ് സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞതുപോലെ ജീവിത സാഹചര്യത്തിൽ നാം ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ കടന്നു വന്നാലും ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ആ ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞ നാം ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് തള്ളിക്കളയരുത്. ആമേൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ഈ ലോകത്ത് സകലതും മാറിയാലും ആമേൻ ഹല്ലേലൂയ മാറാത്തതായിട്ട് ഈ ലോകത്ത് കാണുവാൻ കഴിയും കർത്താവിന്റെ വരവ്. അമ്മേ, ലോകത്തെ ന്യായം വിധിപ്പാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ദൈവരാജ്യം സ്ഥാപിക്കാനും യേശു ശക്തിയിലും മഹത്വത്തിലും ഭൂമിയിലേക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ തിരിച്ചു വരുന്ന കാലം ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. ഈ ലോകത്ത് എന്ത് തന്നെ മാറിയാലും ദൈവത്തിന്റെ വരവ് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുന്നു. പലരുടെയും വിശ്വാസം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം
കർത്താവ് ഇന്ന് വരുന്നു നാളെ വരുന്നു എന്ന് പറയുന്നുണ്ട്, ഇതുവരെയും വരുന്നില്ലല്ലോ. പക്ഷേ കർത്താവ് വരുന്നത് ആർക്കും തന്നെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. കർത്താവ് വരുന്നത് എന്ന് പറയുന്നത് മിന്നൽ വേഗത്തിലാണ് വരുന്നത്. ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ. കർത്താവിന്റെ വരവിനെ ആർക്കും ഹാലേലൂയ നിരൂപിക്കുവാൻ കഴിയുകയില്ല. കർത്താവിന്റെ വരവിനെ ആർക്കും ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ നിർണയിക്കുവാൻ കഴിയുകയില്ല. കർത്താവ് എന്ന് വരുമെന്ന് ആമേൻ ആർക്കും ജസ്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. 2 പത്രോസ് ആമേൻ ഹാലേലൂയ 3:10 പറയുന്നു, കള്ളനെ പോലെ വരുന്നു. ഹാലേലൂയ, കള്ളനെ പോലെ വരുന്നു. ആമേൻ, ഹാലേലൂയ. മത്തായി 24:27 പറയുന്നു, പ്രകാശത്തിന്റെ വേഗം പോലെ വരുന്നു. ഹാലേലൂയ, ആമേൻ. ആർക്കും നിർണയിക്കുവാൻ കഴിയാത്ത സമയത്ത് കർത്താവ് തന്റെ മേഘത്തിൽ വരപ്പെടും. ഹാലേലൂയ. മത്തായി 24 നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ മടങ്ങി വരവിന്റെ മുന്നറിയിപ്പുകൾ പലതും ദേശത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് തന്റെ മണവാട്ടി സഭയെ, തന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ മേഘത്തിൽ വരുവാൻ കാലമായി. ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ. കാലങ്ങൾ ഏറ്റവും ആസന്നമായി എന്ന് ലോകത്തിലെ സംഭവങ്ങൾ നാം ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ നാം തിരിച്ചറിയണം. ഹാലേലൂയ. 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹാലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹാലേലൂയ. 10 കന്യകമാർ മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്നു. പക്ഷേ 5 പേർ ഉറങ്ങിപ്പോകുവാനിടയായി. അവരുടെ എണ്ണ തീർന്നു പോയത് അവർ അറിഞ്ഞില്ല. പക്ഷെ മണവാളൻ വന്നപ്പോൾ 5 പേർക്ക് മാത്രമേ ആ മണവാളനോട് കൂടെ മണവാട്ടിയായി പോകുവാനിടയായി തീർന്നുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, 10 പേര് ഒരുക്കപ്പെട്ടിരുന്നവരല്ലേ, പക്ഷേ 5 പേർക്ക് മാത്രമേ ആ പ്രവേശനം ലഭിക്കുവാനിടയായിരുന്നു. നമ്മൾ എല്ലാവരും ഒരുങ്ങിയിരുന്നാലും ആ വരവിന്റെ കാഹള ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ? ആ കാഹള ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഇത്രയും വർഷം ക്രിസ്തീയ ജീവിതം നയിച്ചത് കൊണ്ട് യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാതെ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ തിരിച്ചറിയട്ടെ, ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാനും ആ വരവിൽ എടുക്കപ്പെടുമോ? ആ വരവിൽ എനിക്കും ചേർക്കപ്പെടുവാൻ ആ മണവാളനോട് കൂടെ എനിക്കും മണവാട്ടിയായി യാത്ര ചെയ്യുവാൻ സാധിക്കുമോ? ഇന്ന് പകൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആ ദൈവം മധ്യവാനി വരുമ്പോൾ ആ കർത്താവിന്റെ ആ വരവിൽ നമുക്കും കാണുവാൻ സാധിക്കുമോ? നമ്മളെ തന്നെ നമുക്ക് ആരെയും വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. ഹൃദയങ്ങളെയും നിരൂപകളെയും തിരിച്ചറിയുന്ന ദൈവത്തെ മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിന്റെ സന്നിധി പ്രാഗൽഭ്യത്തോടെയാണോ നാം ജീവിക്കുന്നതെന്ന് നാം ഓരോ നിമിഷവും നമ്മളെ തന്നെ വിലയിരുത്തണം. ആ കാഹള ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുമോ? കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ മധ്യവാണി വരുമ്പോൾ ആ കാഹള ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമോ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, സകലതും മാറിയെന്നാലും ഈ ലോകത്തിലെ സകലതും മാറിയെന്നാലും മാറാത്ത 3 കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തീയ ദൈവിക വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ദൈവിക സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കുവാൻ ഇടയായി തീരണം. ആമേൻ, ഹല്ലേലൂയ. 2020 വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് മനുഷ്യനായി വന്ന് 33.5 വർഷക്കാലം ഈ ഭൂമണ്ഡലത്തെ മനുഷ്യനായി ജനിച്ച് 3.5 വർഷക്കാലം തന്നെ ശുശ്രൂഷ ചെയ്ത് മണവാളനായി, ഹല്ലേലൂയ, മനുഷ്യനായി പിറന്ന് അത്ഭുതങ്ങൾ ചെയ്ത് മണവാളനായി, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ആ മേഘങ്ങളിൽ രാജാവായി പ്രത്യക്ഷപ്പെടുവാനിടയായിത്തീരും. മേഘങ്ങളിൽ രാജാവായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ രാജാവിനോട് കൂടെ മണവാട്ടിയായ നാം ചേർക്കപ്പെടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ചേർക്കപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങപ്പെടേണ്ടത് ആവശ്യം അത്രേ. ഹല്ലേലൂയ. നമ്മളെ തന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് നമ്മളെ തന്നെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമുക്ക് നമ്മളെ തന്നെ വിധിക്കുവാനേ കഴിയുകയുള്ളൂ. മറ്റൊരാൾക്ക് നമ്മളെ വിധിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ നിരൂപണങ്ങളെയും
ചിന്തകളെയും നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലത്തിൽ ദൈവമേ ആ വരവിന്റെ കാള ശബ്ദം എനിക്ക് എന്റെ കാതിൽ കേൾക്കുവാൻ തടസ്സമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ആ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്ന് അനുനിമിഷവും നാം ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അതാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഞാനൊന്ന് പറയട്ടെ, ഒരിക്കലും മാറാത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നേ, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നേ നമ്മളെ തന്നെ ശരണപ്പെടുത്തി കൊടുക്കാമോ? ഹല്ലേലൂയ. ഒന്ന് എബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഒരിക്കലും മാറാത്ത ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അമ്മേ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ആ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മേ ഹല്ലേലൂയ ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ആ വരവിനുവിന്റെ കാളശബ്ദം കേൾക്കുവാൻ തക്കണം നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസത്തെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ ഒരു അവസരം തന്നെ കത്രദാസനും ഇതുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.